ഇടുക്കി കുമളിയിൽ CPM നേതാവിന്റെ കൊലവിളി പ്രസംഗം. CPM പീരുമേട് ഏരിയ സെക്രട്ടറി എസ് ബാബുവാണ് കൊലവിളി നടത്തുന്നത്. ചെത്തിമിനുക്കിയ വാരിക്കുന്തങ്ങൾ CPM ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് എതിരെ പ്രതിഷേധിക്കുന്നവർ തിരിച്ച് വീട്ടിലെത്തില്ല എന്ന് പറഞ്ഞിട്ട് പോരണമെന്നും ഭീഷണിപ്പെടുത്തുന്നു. അത് ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാനുള്ള സാഹചര്യം വരുത്തരുത്. ഞങ്ങൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളെ മര്യാദയുടെ ഭാഷയിൽ ഞങ്ങളുടെ സമാധാനപരമായി ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളെ ഓരോരുത്തർ വായിൽ കുത്തിക്കൊണ്ട് അടിക്കണ എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ നെഞ്ചത്ത് പൊങ്കാലയിട്ടുകൊണ്ട് മാത്രമേ ഞങ്ങൾ പിന്മാങ്ങുകയുള്ളൂ. നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഈ കൊലവിളി പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പലയിടത്തും ഇപ്പോൾ വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിന് പിന്നാലെ ബോംബേർ ഉൾപ്പെടെ നടക്കുകയാണ്. കോൺഗ്രസ് ഓഫീസിന് തീയിടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഈ കൊലവിളി പ്രസംഗം. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും മന്ത്രി വീണ ജോർജിനെതിരെ നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനെതിരെ കുമളിയിൽ നടന്ന പരിപാടിയിലാണ് പീരുമേട് ഏരിയ സെക്രട്ടറി എസ് ബാബുവിന്റെ ഭാഗത്തു നിന്നും ഒരു കൊലവിളി ഭീഷണി പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് വായിൽ കോലിട്ട് കിള്ളാനാണ് ശ്രമമെങ്കിൽ നെഞ്ചത്ത് പൊങ്കാലയിടും എന്നുള്ള രീതിയിലാണ് ഈ എസ് ബാബു പറഞ്ഞു തുടങ്ങുന്നത്. അതുപോലെ തന്നെ ചെത്തിമിനുക്കിയ വാരിക്കുന്തങ്ങൾ CPM ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട്, അതായത് ഭരണം ലഭിച്ച് തങ്ങൾക്ക് ലഭിച്ച 10 വർഷമായിട്ട് തങ്ങൾ വളരെ സമാധാനത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അത് മാറി അല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് വേണമെങ്കിൽ മാറും എന്നുള്ള കാര്യമാണ് ഇത്തരത്തിൽ പറയുന്നത്. ഒരു പൊതുപരിപാടിയിൽ കുമളി പോലെയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം പീരുമേട് ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഏതെങ്കിലും വിധത്തിലുള്ള പരാതികൾ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. കൊലവിളി പ്രസംഗമാണ് CPM നേതാവിന്റെ ഭാഗത്ത് കുമളിയിലുണ്ടായത്. ചെത്തിമിനുക്കിയ വാരിക്കുന്തം പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സമാധാനപരമായി ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന